ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച് സർക്കാർ. ബാഹ്യ സമ്മർദ്ദം ഉണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം. മന്ത്രിസഭാ തീരുമാനം എടുത്ത് 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയിട്ടില്ല. മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം ജയിലിൽ സഹതടവുകാരെ കയ്യേറ്റം ചെയ്ത കേസിലും പ്രതിയാണ് ഷെറിൻ. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ആദ്യം മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തെ ചൊല്ലി. മാത്രവുമല്ല, ഷെറിൻ നല്ല നടത്തിപ്പ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നതെങ്കിലും അതിനുശേഷം നിരവധി കേസുകൾ ഷെറിനെതിരെ, അതിന് മുൻപും ഉണ്ടായിരുന്നു, എന്നാൽ അതിനുശേഷവും ഷെറിനെതിരെ ഇത്തരം പ്രശ്നങ്ങളും കേസുകളും എല്ലാം വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇനി മോചനം മരവിപ്പിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയരുമെന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് മരവിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഭാസ്കര കാർണ കൊലക്കേസ് 2009 നടക്കുന്നത്. അതിനുശേഷം ഏകദേശം 1 വർഷത്തിനുള്ളിൽ പ്രതി പിടിക്കപ്പെട്ട ശേഷം വിവിധ ജയിലുകളിൽ പാർപ്പിക്കുന്നു. ആ പാർപ്പിച്ച ശേഷവും മോചനത്തിനായുള്ള നടപടികൾ ദ്രുതഗതിയിലാണ് നടന്നത്. മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശയടക്കം ഇതിന് ഉദാഹരണമാണ്. മന്ത്രിസഭയിലെ തന്നെ ഒരു പ്രമുഖ മന്ത്രി ഇതിനായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നതുമാണ്. ഈ നടപടിയാണ് ഇപ്പോൾ മരവിപ്പിക്കാനുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. 2 മാസങ്ങൾക്ക് മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഔദ്യോഗികമായി ഈ ഒരു ശുപാർശ അംഗീകരിച്ചത്. മറ്റ് ആരോഗ്യസ്ഥിതിയും ഒപ്പം തന്നെ പ്രായവും ഒക്കെ പരിഗണിച്ച് നിരവധി പ്രതികൾ പുറത്തിറങ്ങാനുള്ള യോഗ്യത ഉണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഷെറിനെ ഭാസ്കര കാർണവർ കൊലക്കേസിലെ പ്രതി ഷെറിനെ മോചിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തുകയായിരുന്നു. 2 മാസങ്ങൾക്ക് ഇപ്പോഴും ഇത് സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടികൾ റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. ഗവർണറുടെ പക്കലേക്ക് ഈ റിപ്പോർട്ട് എത്തിയാൽ തന്നെ ഗവർണർ ഇത് ഔദ്യോഗികമായി അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇവർക്കൊരു മോചനം സാധ്യമാക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഗവർണർക്ക് മുൻപിലേക്ക് ഷെറിനെതിരെ നിരവധി പരാതികൾ എത്തിയ ഒരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. ഈ പരാതികൾ അടക്കം പരിശോധിച്ചാൽ കൃത്യമായ നടപടിയിലേക്ക് സർക്കാർ കടക്കും. ഒപ്പം തന്നെ ഗവർണർ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു. എന്തായാലും ഈ ഒരു ഔദ്യോഗികമായ തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തതിന് ശേഷവും നിരവധി പരാതികളാണ് പ്രതി ഷെറിനെതിരെ ഉയർന്നിട്ടുള്ളത്. നിരവധി ജയിലുകളിൽ പാർപ്പിച്ചപ്പോൾ ആ ജയിലുകളിൽ അടക്കമുണ്ടായിരുന്ന സഹതടവുകാരെ മർദ്ദിച്ചു. ഒപ്പം തന്നെ വിവിധ ആരോപണങ്ങൾ അടക്കം ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ ഈ നടപടികൾ മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അന്തിമ തീരുമാനം വരും വരെ ഈ ഒരു നടപടിയുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു തിരിച്ചടി എന്നോണം എന്ന് വേണം നമുക്ക് ഈ ഒരു നടപടിയെ എടുത്തു കാണാൻ. കാരണം ഒരുപാട് പേർ യോഗ്യതരായി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് വളരെ കുറച്ച് കാലാവധി മാത്രം ജയിലിൽ നിൽക്കുകയും അതിലേറെ സമയവും പരോളിനായി പുറത്തിറങ്ങുകയും ചെയ്തൊരു പ്രതിയെ ഔദ്യോഗികമായി മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം. ആ സർക്കാർ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത്. അതേ സർക്കാർ തന്നെയാണ് ഈ നടപടികൾ ഇപ്പോൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ദേവിക. ശരി ശാലിനി.